എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു വീടിൻ്റെ പ്ലാനാണ് ഇതിന്ന് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് എത്ര സ്ക്വയർ ഫീറ്റ് എന്നോ ഏത് കോലിലാണ് എന്ന് ഞാനിവിടെ ഇപ്പം പറയുന്നില്ല. കോൽക്കണക്കുകളിൽ പറയുന്നത് ഉത്തമം, മധ്യമം, അധമം, മരണച്ചുറ്റ്. ഏത് ദിശയിലും നമുക്ക് ദർശനത്തോടു കൂടി വീട് വയ്ക്കാൻ പറ്റും. എന്നാൽ ഓരോ ദർശനത്തിനും ഡിഫറൻ്റായിട്ടുള്ള കോൽക്കണക്കുകൾ ആചാര്യന്മാർ നല്ല വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം പറയുന്നത് ഇത് കിഴക്ക് ദർശനത്തിലുള്ള ഒരു വീടാണ്. ഈ വീട് ഇത് കിഴക്ക്, ഇത് പടിഞ്ഞാറ്, ഇത് തെക്ക്, ഇത് വടക്ക്. അപ്പം ഈ വര ഞാൻ ഇതിൻ്റെ ഒരു മുറ്റം കറക്റ്റ് ചെയ്യാനായിട്ട് ആണ് ഇത് വേറൊരു ലൈൻ കാണുന്നത്. ഈ ലൈനാണ് വീടിൻ്റെ പ്ലാന്. അത് ഈ മെയിൻ ഡോറ് കിഴക്ക് വശത്താണ്. കിഴക്കോട്ട് ദർശനമായിട്ടുള്ള വീടിന് കിഴക്കോട്ട് തന്നെ വാതിലുണ്ടായിരിക്കണം. അപ്പം ആ വാതിൽ ഇത് നടയാണ്. ഈ നട 2 നട കഴിഞ്ഞ് ഇത് സിറ്റ് ഔട്ട്. ഈ സിറ്റ് ഔട്ട് കഴിഞ്ഞ് ഇവിടെ ഒന്നുകിൽ ഇവിടെ വയ്ക്കാം, ഇവിടെ വെക്കാം മെയിൻ ഡോറ്. ഈ മെയിൻ ഡോറിൻ്റെ കഴിഞ്ഞ് തൊട്ട് പടിഞ്ഞാറ് വശത്തുള്ള ഒരു ഹാളാണ്. ഈ ഹാളിൻ്റെയും പടിഞ്ഞാറ് വശത്തുള്ള ഒരു വലിയ മുറിയുണ്ട്. അതാണ് തെക്ക് പടിഞ്ഞാറെ മാസ്റ്റർ ബെഡ്റൂം. ഇതിൻ്റെ തൊട്ട് കിഴക്ക് വശത്താണ് ഇത് സ്റ്റെയർ കേസ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഈ സ്റ്റെയർ കേസിൻ്റെ തൊട്ട് തെക്ക് വശത്ത് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ബാത്റൂം ഈ ബെഡ്റൂമിന് വേണ്ടിയാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ബെഡ്റൂം കഴിഞ്ഞ് ഇതിൻ്റെ എൻട്രൻസ് ഈ മുറിയുടെ വടക്ക് കിഴക്ക് വശത്തൂടെയാണ്. കാരണം ഇവിടുന്ന് ചെറിയൊരു പാസേജ് ഇട്ടിട്ടുണ്ട്. അതാണ് ഇത്. ഇവിടെ ഡോറ് വന്ന് കഴിയുമ്പം ഇവിടെയൊക്കെ നമുക്ക് ഫർണിച്ചറൊക്കെ ഇടാനുള്ള സ്പേസ് ഉണ്ടാവും. അതേപോലെ അതിൻ്റെ തൊട്ട് തെക്ക് വശത്തുള്ളതും ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഈ ബാത്റൂം ഈ വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്താണ്. കാരണം അഗ്നിഹണ്ണത്തിലാണ് ഈ മുറി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ മുറി അഗ്നിഹണ്ണത്തിൽ നമ്മൾ മുറി അറേഞ്ച് ചെയ്യുമ്പോൾ അത് ഒന്നുകിൽ അത് ബെഡ്റൂമിനായിട്ട് ഉപയോഗിക്കാം. ഈ ബെഡ്റൂം വീട്ടിലുള്ള ആർക്കെങ്കിലുമൊക്കെ ഭയപ്പാടൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ ബെഡ്റൂം അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നീട് ഇലക്ട്രിക് ആൻഡ് ഇലക്ട്രോണിക്, TV ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കാനൊക്കെ ഏറ്റവും സൂട്ടായ മുറിയാണ്. അടുക്കളയ്ക്കും കുഴപ്പമില്ലാത്ത ഒരു ഖണ്ണമാണിത്. ഇതിൻ്റെയൊക്കെ തൊട്ട് വടക്ക് വശത്ത് ഹാള് ഞാൻ പറഞ്ഞു. ഈ ഹാളിൻ്റെയും ഈ സിറ്റ് ഔട്ടിൻ്റെയും വടക്ക് ഭാഗത്തായിട്ട് 2 കിച്ചൺ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഗ്യാസ്, ഇത് ഫയർ. അപ്പം ഇതിന് പ്രത്യേക സ്റ്റോർ റൂം മാർക്ക് ചെയ്തിട്ടില്ല. കാരണം ഈ സ്റ്റോർ റൂം ഇവിടെ നമുക്ക് ഈ തെക്കടുത്ത് നല്ല രീതിയിൽ ഇത് വീട്ടുപകരണങ്ങളും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടി നമുക്ക് ഷെൽഫുകളോ അങ്ങനെയുള്ള കാര്യങ്ങളോ അടി തൊട്ട് മുകൾ വരെ വെക്കാം. എന്നാൽ ഇവിടെയും വെക്കാം. പക്ഷേ ഇവിടെ ഡൈനിങ് ഹാളാണ്. ഈ ഡൈനിങ് ഹാള് ഇവിടെ ഇത് വേണം ഇങ്ങനെ വെക്കാം. അതല്ലെങ്കിൽ ആഹാരമൊക്കെ നമുക്ക് ഇങ്ങോട്ട് പെട്ടെന്ന് പാസ് ചെയ്യണമെങ്കിൽ ഇവിടെ ചെറിയൊരു ഓപ്പൺ ആയിട്ടിട്ടേക്കാം. എന്നിട്ട് അത് ആവശ്യം കഴിയുമ്പോൾ ഗ്ലാസ് വെച്ചോ എന്തെങ്കിലും വെച്ച് അങ്ങോട്ട് അടച്ചാൽ മതി. അതല്ലെങ്കിൽ ഇവിടെയും ഇതുപോലെ തട്ടുകൾ ശരിയാക്കിയിട്ട് ഇവിടുന്ന് നമുക്ക് ഇവിടെ ഡോർ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഇവിടെ ഡോറ് വേണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് അടച്ചിട്ട് ഇതേപോലെ ഒരു സെക്ഷൻ നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാൻ പറഞ്ഞത് തന്നെ ഇവിടെ ചെയ്യാം. അപ്പം ഇവിടെ നിന്നും ഈ ഹാളിലേക്ക് ഒരു ഡോറ് മാർക്ക് ചെയ്യും വേണ്ട. അപ്പം ഈ ഡോറ് ഇവിടെ അടയാളപ്പെടുത്തുക. അപ്പം ഇവിടുന്ന് പെട്ടെന്ന് ആഹാരം മാറ്റണമെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും അത് ചെയ്യുക. ഇതിൻ്റെ തൊട്ട് പടിഞ്ഞാറ് വശത്താണ്. ഇത് ഈശാ ഖണ്ണം അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ഖണ്ണം എന്ന് പറയും. ഇതിൻ്റെ തൊട്ട് പടിഞ്ഞാറ് വശത്ത്
വടക്കടുത്ത് പടിഞ്ഞാറ് വശത്താണ്, ഈ മുറിയുടെ പടിഞ്ഞാറ് വശത്താണ് ഡൈനിങ് ഹാള് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അറേഞ്ച് ചെയ്തിരിക്കുന്ന പറഞ്ഞാൽ ഇതിൻ്റെ വാതിൽ ഞാൻ ഇവിടെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. കാരണം ഇത് മാർക്ക് ചെയ്തതിൻ്റെ കാരണം ഡൈനിങ് ടേബിളും സ്റ്റെയർ കേസുമായിട്ട് കാണാതിരിക്കുന്നതാണ് നല്ലത്. 2, ഇവിടെ ഇങ്ങനെ ഫർണിച്ചറുകളൊക്കെ നമുക്ക് ഇടാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ടേബിളൊക്കെ ഇട്ടിട്ട് ഡൈനിങ് ടേബിൾ നമുക്കിവിടെ ഇടാൻ പറ്റും. അതേപോലെ ഈ കയറി വരുമ്പോൾ, ഈ സിറ്റൗൾ കയറി നിൽക്കുമ്പോൾ നമുക്ക് സ്റ്റെയർ കേസ് കാണാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ഈ മാസ്റ്റർ ബെഡ്റൂം തെക്ക് പടിഞ്ഞാറ് വശത്തെ ബെഡ്റൂം ആയിരിക്കും അളവിൽ ഏറ്റവും വലുത്. അത് കഴിഞ്ഞിട്ട് മാത്രമേ അളവുകൾ അതിൽ ചെറുത്, ബെഡ്റൂമിനേക്കാൾ വലിയ കിച്ചൺ അത്ര സുഖകരമായ കാര്യമല്ല. അപ്പം ഈ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ തൊട്ട് വടക്ക് പടിഞ്ഞാറ് ഭാഗം ആയിട്ട് ഇതൊരു അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഇതും കഴിഞ്ഞ് ഇതിൻ്റെ ബാക്കിയുള്ള ഏരിയയിൽ, ഈ ഏരിയ ഇതൊരു പാസേജ് ആയിട്ടിടുന്നു. ഈ പാസേജിൽ നിന്നും ഇത് കോമൺ ബാത്റൂം, ഇവിടെ വാഷ് ചെയ്യാനായിട്ട് എടുക്കാം. കോമൺ ബാത്റൂം വന്ന് അതിൻ്റെ എൻട്രൻസ് ഇവിടെ വരുന്നു. പിന്നെ ഈ ഭാഗം നമുക്ക് വീട്ടിൽ വാഷിംഗ് മെഷീൻ ഉൾപ്പെടെ പല കാര്യങ്ങൾക്കും നമുക്ക് ഈ ഏരിയ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഈ മൂലകൾ എന്ന് പറഞ്ഞാൽ 4 മൂലകളാൽ തീർക്കപ്പെട്ട ഒരു ആരൂഢമാണ് ഇത്. ഇതിൻ്റെ സെൻട്രൽ പോയിന്റ് ഏകദേശം ഇവിടെയായിട്ട് വരും. ഈ സെൻട്രൽ പോയിന്റ് എന്ത് വീടാണെങ്കിലും എന്ത് കൺസ്ട്രക്ഷൻസ് ആണെങ്കിലും സെൻറ്റർ നമ്മൾ ബ്ലോക്ക് ആകാതിരിക്കാൻ ശ്രദ്ധിക്കുക. വീണ്ടും ഇതിൻ്റെ കൂടെ സെൻറ്റർ ഇവിടെയാണ്. ഇവിടെ കൺസ്ട്രക്ഷൻസോ അല്ലെങ്കിൽ ഇതും ഒരു ബ്ലോക്ക് ആകാതിരിക്കാൻ നോക്കുക. അതേപോലെ തന്നെ വീടിൻ്റെ ഇതും ഇവിടെയും ഇങ്ങനെ തള്ളലമാരികളോ അങ്ങനെയുള്ള ഒന്നും കൊടുക്കാതിരിക്കുക. അതേപോലെ ഇതും ഇവിടെ യാതൊരു കാര്യങ്ങളും നമുക്ക് കൺസ്ട്രക്ഷൻസ് ഒന്നും ഇല്ല. ഈ 4 മൂലകളിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ കാർ പോർച്ച് അടയാളപ്പെടുത്തിയിട്ടില്ല. ഈ കാർ പോർച്ച് അടയാളപ്പെടുത്താത്തതിൻ്റെ കാരണം വീടിൻ്റെ മുറികൾ എല്ലാം ഒരേ ലെവലിൽ വരണം. കാരണം ഒരു ഏരിയ ഇവിടെ താന്നും, അല്ലെ ഇവിടെ പൊങ്ങിയും, ഇവിടെ താന്നും, ഇവിടെ പൊങ്ങിയും ഒക്കെ ആകാതിരിക്കുന്നതാണ് നല്ലത്. ഈ വീടിൻ്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ ഈ ചുറ്റളവിനകത്ത് കാർ പോർച്ചുകളോ വേക്കൻ്റായ സ്ഥലങ്ങളോ ഒന്നും ഇടാതിരിക്കുന്നതാണ് നല്ലത്. അത് കൂടാതെ തന്നെ നമുക്ക് ഇതിൽ നിന്നും കാർ പോർച്ചിനൊക്കെ പിന്നെ അടുത്തത് പറയാം. അപ്പം ഈ ബൗണ്ടറി ഇവിടം തൊട്ടിവിടം വരെയും ഇവിടം തൊട്ടിവിടം വരെയുമുള്ള ഈ അളവിനകത്ത് പത്രമാനമുണ്ട്, ഭിത്തിവണ്ണമുണ്ട്. ഭിത്തിവണ്ണം 1, 2, 3, 4. ഇത് 1, 2, 3, 4, 5, 6. അപ്പം അങ്ങനെ ഭിത്തിവണ്ണം പത്രമാനം എല്ലാം ഒഴിച്ചുള്ള ഏരിയ ആണ് നമ്മൾ കണക്കിലെടുക്കേണ്ടത്. ഇത് നോബഡി ഈസ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞ രീതിയിൽ നമ്മൾ എല്ലാ മുറികളും ഒരിക്കലും ഒരു ഉത്തമക്കോലിൽ എടുക്കാൻ പറ്റിയല്ല. അതിനു വേണ്ടി ഭൂമിയെ ടച്ച് ചെയ്യുന്ന ഭാഗമാണ് ഇത് ഈ തറപ്പുറം അത് ഉത്തമക്കോലിലാക്കുക. പിന്നീട് ഇവിടെ കരിങ്കല്ലൊക്കെ കെട്ടി ഇങ്ങനെ ആക്കിയിട്ട് ഇവിടെ ഭിത്തി വരുമ്പോൾ ചിലപ്പോൾ ചാന്തും കുമ്മായും ഒക്കെ ഇതിലേക്ക് വീണ് അതിൽ കണക്ഷൻ കയറാവുന്നതാണ്. അതൊന്നും ആരും ശ്രദ്ധിക്കത്തില്ല. 2, ഇത് ബാനം മാന്തി അത് വാർത്ത് തറ കയറുകയാണെങ്കിൽ അത് 10 സെന്റിമീറ്ററോ 20 സെന്റിമീറ്ററോ ഇതിൽ നിന്നും പത്രമാനം കൂട്ടിയെടുത്തോളുക. കാരണം ഇവിടെ കൺസ്ട്രക്ഷൻസോ കരിങ്കല്ല് കെട്ടോ ഒന്നും ചെയ്യണ്ട. അതേപോലെ തന്നെ ഇപ്പോൾ ഇത് തീർത്തിരിക്കുന്നത് 4 മൂലകളാൽ തീർത്ത ഒരു വീടാണ്. ഇതിനകത്ത് വെളിയിലോട്ട് ഒരു സാധനങ്ങളും ഇല്ല. ഇനിയിപ്പം അടുക്കളയിലോട്ട് ഇറങ്ങാൻ നമുക്ക് ചാടി ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ ഒരു നടയിടണമെങ്കിൽ ഈ ചുറ്റളവെ കയറാത്ത രീതിയിൽ ഒരു ഡിസ്കണക്റ്റഡ് ആയിട്ട് 2 നടകളിടുക. അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒന്നുകിൽ ഒരു വീടെടുക്കുമ്പോൾ, വീട് പണിയുമ്പോൾ സ്ക്വയർ 1ാം സ്ഥാനം, 2ാം സ്ഥാനം റെക്റ്റാങ്കിൾ, പിന്നെ
ഒരു മൂലകളും വേക്കൻ്റ് ആക്കി അവിടെ പോർച്ചോ അല്ലെങ്കിൽ ചുമ്മാ കൺസ്ട്രക്ഷൻസ് ഒന്നും ഇല്ലാതെയോ ഇരിക്കരുത്.